നന്ദുവിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നന്ദു കുറച്ച് ലേറ്റായിട്ട് വന്ന ഒരാളാണ് എൻ്റെ ലൈഫിൽ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നന്ദു എനിക്കൊരു ആസ് എ ഫ്രണ്ടായിട്ട് ഒരുപാട് വർഷം മുന്നേ അറിയാം. പക്ഷേ ഇങ്ങനെ നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഹലോ നന്ദു, അങ്ങനെ ഫൈനലി നമ്മൾ വിചാരിച്ച ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളെനിക്ക് എന്താ പറയുക, സിസ്റ്റർ മാത്രമല്ല ഫ്രണ്ടുമാണ്, ഒരു മദറിനെ പോലെയുമാണ്, എൻ്റെ എല്ലാം തന്നെയാണ്. ഇവർ ജോലിക്ക് പോയ പിന്നെയാണ് കണ്ട് ഇഷ്ടപ്പെട്ടതും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കണ്ട് ഇഷ്ടമാണെന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വില കൊടുത്ത് സമ്മതിച്ചു. പെൺപിള്ളേർക്കൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കോളേജിലേക്ക്. ഹായ് ദർശു, നമ്മള് 17 വർഷമായിട്ട് അറിയാം. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് നീ. നിന്റെ ഈ ഡേയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ആയിരുന്നു അവരത്. മോറോവർ ലവ് അവർ ബിക്കം അറേഞ്ച്ഡ് ആയിരുന്നു. വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ തന്നെ അറിയുന്നത്. പക്ഷേ അതിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് നന്ദുവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അവനെ തന്നെ കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ്. കുറച്ച് കാലമായിട്ടുള്ള ഞാനും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞത് സെപ്റ്റംബറിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പരിചയപ്പെട്ടപ്പോഴൊക്കെ അല്ലെങ്കിൽ അടുത്ത ഇടപെടലൊക്കെ നല്ല അടിപൊളിയാണ്. So Nandu, thank you so much for coming in my life. ശരിക്കും ഞാൻ ഇവിടെ വരണവരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇവളുടെ ലുക്ക് എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ് കൂടി. പിന്നെ ഈ താലിക്ക് കെട്ടാൻ പോണ സമയത്തൊക്കെ കുറച്ചും കൂടി ഇമോഷണൽ ആയ പോലെ എനിക്ക്
तस्मै श्री